ഇവിടുന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. തൊഴുത്തന്റെ ചിരി കണ്ടില്ലേ? വീണ്ടും ഹായ് ഗൈസ് എന്നാട്ടോ പറയുന്നത്. വലിയൊരു സുഖമില്ല, എന്താ അവസ്ഥ അറിയില്ല. അപ്പൊ നമുക്ക് പിന്നെയും പണി കിട്ടി. ആര് കളിയാക്കരുത് ഒന്നുണ്ടോ? കുറച്ച് ലൈറ്റ് വെച്ചൊരു ലോഡ്സ് നമ്മളൊന്നൊരു ട്രിപ്പ് പോവാട്ടോ. എവിടെയൊക്കെയാ പോകുന്നത് വെച്ചാൽ കക്കാടംപൊയിൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ AK ബോയ്സ് ആൻഡ് വൈഫീസ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൊല്ലത്തിൽ ഒരു തവണ നടക്കുന്ന ടൂറാണ്. അതെന്താ ഒരു തവണയെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരാളുണ്ട്. ഈ നടുക്ക് പല കളർ ഷർട്ട് ഇട്ടിട്ടില്ല, അതാണ് കേട്ടോ അക്കു ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് നമ്മുടെ ട്രിപ്പ് പ്ലാനിങ്ങും പോലും എല്ലാം ഷടപടയെന്ന് നടക്കുന്നത് കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പിന്നെ ബേബീസൊക്കെ ഉറക്കായിട്ടുണ്ട്. നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. പോണ വഴിക്ക് ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് പറയാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും പണി കിട്ടിയ ഒരു ട്രിപ്പ് വേറെ ഉണ്ടായിട്ടില്ല. മുട്ടൻ പണി എന്ന് വെച്ചാൽ മുട്ടൻ പണിയോട് പണിയായിരുന്നു. എനിക്ക് മാത്രമല്ല, കൂടെയുള്ള എല്ലാവർക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടേനി. ഞാൻ പറഞ്ഞല്ലോ നല്ല വിശക്കുണ്ടേനി. അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ വെച്ചിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. മക്കൾസിനൊക്കെ നല്ല വിശന്നിട്ടുണ്ടേനും. ഇവിടുന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടാക്കുന്ന കച്ചറ ഉണ്ടാക്കുന്ന കണ്ടില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ചെറിയ മാങ്ങയ്ക്ക് അയാൾ ഞങ്ങളോട് 15 രൂപ വാങ്ങി. നമ്മുടെ ബീച്ചിൽ ആ 10 രൂപയുടെ മാങ്ങല്ലേ, അതിന് 15 രൂപ വാങ്ങിയിട്ടുണ്ടേനി കേട്ടോ. ഒരു മാർക്ക് 15 എടുക്കും. നല്ല പിന്നെ കുറെ തപ്പി നമുക്ക് ഫുഡ് കഴിക്കാൻ അജ്വ റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്ഥലം എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. കക്കാടംപൊയിലേക്ക് പോണ വഴിയിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ. നമ്മൾ കഴിച്ച മന്തി ആയിരുന്നു, പെരി ഹാണി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. കഴിച്ച ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇത് മറ്റേ പ്രൊമോഷൻ വർക്കാണെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം പ്രൊമോഷൻ ഞാൻ ആയിട്ടില്ല. പിന്നെ കഴിച്ച ഫുഡ് എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. എന്നാലും ആരെങ്കിലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ കയറിക്കോളി. ഇത് അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസ് കാര്യങ്ങളാണ്. പിന്നെ അവിടെ സെലിബ്രിറ്റീസ് ഉണ്ട്. ദുൽഖർ ഉണ്ടായിരുന്നു. മക്കൾസ് മൊത്തം എന്നെ കാണുമ്പോഴേക്കും ഹായ് ഗൈസ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, താഴെ ഒരുത്തരും ഹായ് ഗൈസ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാട്ടോ. പിന്നെ നമ്മൾ പോണ വഴിയിൽ വീണ്ടും കരിമ്പ് ജ്യൂസ് കണ്ട് വീണ്ടും വാങ്ങിച്ചു. കാരണം അല്ലിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കരിമ്പ് ചേട്ടൻ കൊള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് ഒക്കെ തന്നു. നല്ല ചേട്ടനായിരുന്നു. പിന്നെ വീണ്ടും യാത്രയുടെ തന്നെ ചിരി കണ്ടില്ലേ? വീണ്ടും ഹായ് ഗൈസ് എന്നാട്ടോ പറയുന്നത്. അങ്ങനെ ഒരു വലിയ കയറ്റം കൂടി കയറിയിട്ട് ഞങ്ങൾ കൊക്കോ വില്ലയിലെത്തിയിട്ട്, ഇതാണ് കേട്ടോ എൻട്രൻസ്. നേരെ പോയി കഴിഞ്ഞാൽ കൊക്കോ വില്ലയെത്തും. ആദ്യം ഇംപ്രഷൻ വളരെ മോശമായിരുന്നു. കാരണം എന്താ, നിങ്ങൾ എന്നെ കണ്ടോക്കിയിരിക്കും. നമുക്ക് പണി കിട്ടി. നമ്മള് പണി പറഞ്ഞു. ഹലോ ഗായ്സ്, നമ്മൾ നല്ലൊരു പൂളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നതായിരുന്നു. എല്ലാവരും വന്ന പാട് കുളത്ത് ചാടാൻ വേണ്ടി നിന്നപ്പോഴാണ് ആദ്യം കണ്ടത്. നോക്കിയപ്പോ തണുക്കും അങ്ങനെ പള്ളിട്ട് അവളുമായിരുന്നു ബോസ് ഈ പൂളമായിട്ട് കണ്ടിട്ട്. ഇതിലിപ്പോ നമ്മൾ എങ്ങനെയാ കുളിക്കാന്ന് ആലോചിച്ചിട്ടാണ്. ചാടിക്കാണ് തല പൊട്ടു, നെരിയാണ് കഴിഞ്ഞാലായി. ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല അത് ഞാൻ പറഞ്ഞു, ഒരാൾക്ക് 300-500 പോയി നഷ്ടം കുഴപ്പമില്ല. ഇത് നമ്മളെ AK ബോയ്സിന്റെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുന്ന ട്രിപ്പ്. അപ്പൊ അതാണ് ഫ്ലോപ്പ് ആയി പോയത്. കഴിഞ്ഞ ദിവസം ഇപ്പൊ പോയില്ലല്ലോ. ഇല്ല കേട്ടോ, നമ്മള് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരില്ലേ ഉള്ളൂ. അതാണ് ഫ്ലോപ്പ് ആയി പോയത്. ഞങ്ങളെ പൂള് കൊളായി ഗൈസ്. കുഞ്ഞു പൂള് തന്ന് പറ്റിച്ച്. നമുക്ക് ഒരു വേറെ റിസോർട്ട് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പൂള് വലുത് കിട്ടും. ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും പൂള് ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇവിടെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വന്നാണ്. പിന്നെ നമുക്ക് വേറെ റിസോർട്ട് തരാന്ന് ഒരു പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ ഗ്രിൽ ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ എന്താ പറയാ, നമുക്ക് പൂള് പോരാ. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത റിസോർട്ട് പോയോക്കട്ടെ. നമ്മള് റിസോർട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി പണിയൊന്ന് അങ്ങനെ നമ്മള് റിസോർട്ടിലെത്തിയിരിക്കുന്നു. ഇനി നമ്മള് എൻജോയ്മെന്റ് ആരംഭിക്കാൻ പോവാണ്. അടുത്ത റിസോർട്ട് നമുക്ക് പണി തന്നു കേട്ടോ. വന്നപ്പോ ഇവിടെ പൂള് അതിലും ഷോക്കാണ്. അത് മാത്രല്ല
റൂമൊക്കെ ആണെങ്കിൽ ഒരു ലോഡ്ജ് പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഐസാണ് കേട്ടോ. ഓൾറെഡി ഇപ്പൊ കൊറേ ടൈം പോയിട്ടോ. നമ്മള് റിസോർട്ട് നോക്കി തന്നെ കൊറേ ടൈം പോയി. ഒന്നത്തെ രണ്ടത്തെ മൂന്നൊക്കെ നമ്മള് മൂന്നാമത്തെ റിസോർട്ട് പോയേക്കാണ്. അതെങ്കിലും സെറ്റ് ആവും. ഫൈനലി എത്തിയത് ഇവിടാണ്. വലിയൊരു സുഖമില്ല, എന്താ അവസ്ഥ അറിയില്ല. വണ്ടി ഓഫായവരൊക്കെ എത്തിയിട്ടുണ്ട്. ചാർജ് ഉണ്ട്. താഴെ ഗ്രില്ലിന്റെ സെറ്റപ്പ് ഉണ്ട്. ആ വ്യൂ കൊള്ളാം. മോർണിംഗ് നല്ല രസമുണ്ടാവും. സ്കൂള് കൊള്ളാല്ലേ. ഇതിലേ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ആ പൂളിലെത്താൻ. അപ്പൊ നമുക്ക് പിന്നെയും പണി കിട്ടി. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ റൂമൊന്നും കൊള്ളൂല. നമ്മളൊരു രാത്രി സ്റ്റേക്ക് വേണ്ടി 15,000 കൊടുക്കാന്ന് പറയുന്നത് നഷ്ടാണ്. യെസ്, നഷ്ടാണ്. അപ്പൊ വിചാരിച്ച് വേറെ ഇത് കിട്ടുമോ നോക്കാം. രാത്രി അയക്കുന്ന രാത്രി കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മള് വീട്ടിലേക്ക് പോവാണ്. നമ്മള് ഫസ്റ്റ് ഇറങ്ങിയ കൊക്കോയിലേക്ക് എന്നാ തിരിച്ചു പോവാണ്. വേറെ നിവർത്തിയില്ല. പിന്നെ നമ്മള് 3000 ഒരു റീഫണ്ട് ചെയ്യില്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് തിരിച്ച് കൊക്കോയിലേക്ക് തന്നെ പോവാണ്. ആര് കളിയാക്കരുത്. ഇതാണിപ്പോ ലാസ്റ്റ് വന്ന റിസോർട്ട്. ഇത് റിസോർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കും തോന്നുന്നുണ്ടോ? കുറച്ച് ലൈറ്റ് വെച്ചൊരു ലോഡ്ജ്. ഇതിന് പേര് റിസോർട്ട് എന്ന് പറയുന്നു. ബാക്ക് ടു കൊക്കോ. പുള്ളി റിസോർട്ട് കൊക്കോ. അങ്ങനെ ഇവിടെ തന്നെ തിരിച്ചെത്തി. വേറെ നിവൃത്തിയില്ല, എന്താ ഇരിക്കാനാ. പൂള് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. ഇവിടെ റൂമൊക്കെ കൊള്ളാന്ന് കേട്ട്. റൂമ് പോയോട്ടെ. ചിക്കനൊക്കെ കേടായിട്ടോ. അപ്പൊ ഗൈസ്, ഇത് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ്. എല്ലാം സത്യസന്ധേനു. പക്ഷെ എന്ത് ചെയ്യാനാ, റൂമൊക്കെ നല്ല അടിപൊളി കേട്ടോ. റൂം നമ്മൾ ആദ്യം വന്ന് നോക്കില്ല കേട്ടോ. അത്ര വലിപ്പുണ്ടെന്നൊന്നും വിചാരിച്ചില്ല. നല്ല അടിപൊളി റൂം. അപ്പൊ അഭിനൂര് ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടുപോലെ ആയിരുന്നില്ല. പൂളിന് അത്യാവശ്യം നല്ല ആഴുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ധാരാളമായിരുന്നു. ഫസ്റ്റ് കണ്ട ഇംപ്രഷനേ അല്ലായിരുന്നു നമ്മൾ പൂളിൽ ഇറങ്ങിയപ്പോ കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെക്കന്മാർ ഗ്രില്ലാക്കുന്നുണ്ട്. അതും കൂടി പോയി ഒന്ന് വീഡിയോ എടുത്ത് തരാം. കപ്പിൾസ് ആണ് ഇവിടെ ഫുഡൊക്കെ. ഇത് ഓന്റെ മാമൂലേ. ഗ്രില്ലാവാൻ ടൈം ആവും. എന്തെങ്കിലും തിന്നാം. അവരവിടെ ഗ്രില്ലിന്റെ പരിപാടിയില്ല. നമുക്ക് പോയേക്കാം. എന്തൊരു സൗണ്ട് ആയിട്ടല്ലോ. എന്താ അവിടെ? ഇതവിടെ റൊമാൻസ്. ഇതല്ലല്ലേ വഴി? ഇതല്ലേ വഴി അങ്ങോട്ടല്ലോ. അപ്പൊ നമ്മുടെ ടൂറിന്റെ ലീഡറായ അക്കു തന്നെയായിരുന്നു കേട്ടോ. ഫുഡിന്റെ ലീഡർ. ഫുഡിന്റെ കാര്യങ്ങളും ഗ്രില്ലിംഗ് ഒക്കെ അക്കു തന്നെ ആയിരുന്നു. ഷെയർ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഷട്ടിൽ കളിക്കാൻ പോവാണ്. അവിടെ ഷട്ടിൽ കോർട്ട് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം അവർ ഷട്ടിൽ കളിക്കുന്നുണ്ടേനു കേട്ടോ. നല്ല രസമുണ്ടേന്. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ ഇതാ ഷട്ടിൽ കളിക്കുന്ന. കുറച്ച് ആൾക്കാർ അതവിടെ ഗ്രില്ലാക്കണ്. പിന്നെ കുറച്ച് ആൾക്കാർ ടിവിന്റെ മുന്നിൽ കുട്ടിയൊക്കെ ഫുഡ് കൊടുക്കണം. എല്ലാരും ഓരോ പണിയിലാണ്. അപ്പൊ നമ്മളെ ബേബി അൽബിഷും കൂടി ഇറങ്ങിണ്ട് കേട്ടോ. ഷട്ടിൽ കോട്ട് ഷട്ടിൽ കളിക്കുന്ന സ്ഥലത്ത് എത്തിയതാ. ഇവിടെ ഗ്രില്ലിന്റെ ഏരിയ. അപ്പൊ നമ്മള് ഫുഡ് ആയിട്ട് കേട്ടോ. മാമന്നാ കഴിഞ്ഞ് എല്ലാരും വരണം. എത്തിയിട്ടുണ്ട്. ഇവിടെ അടി നടക്കാണ്. ചൂടുണ്ട്. അങ്ങനെ ഫുഡ്
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറെ നേരം കഥ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രാങ്ക് സെറ്റ് ചെയ്തായിരുന്നു. 2 ഗേൾസ് തമ്മിൽ അടിയാവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വർക്കായി എന്ന് ചോദിച്ചാൽ വർക്കായി, കുറെ പേരൊക്കെ വിശ്വസിച്ച്. വർക്കായില്ലെന്ന് ചോദിച്ചാൽ അവസാനം ഫ്ലോപ്പ് പോയി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം രസമുണ്ടായിരുന്നു പ്രാങ്ക്. പിന്നെ നമ്മൾ ഗോസ്റ്റ് സ്റ്റോറീസ് പറഞ്ഞിട്ട് അതാ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ആക്കി കളിച്ചത്. പേഴ്സണലി എനിക്കൊരു പ്രേതാനുഭവം ഉണ്ട്. അപ്പൊ ഞാൻ അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്ത്, എല്ലാവരുടെ കഥ എനിക്കും പറഞ്ഞു തന്നു. അങ്ങനെ നിങ്ങൾ പ്രേതത്തിന്റെ കഥ ഒക്കെ പറഞ്ഞിരുന്നു. അവസാനം എല്ലാവർക്കും രാത്രി കിടക്കാനൊക്കെ പേടിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വൈബാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ പെട്ടെന്ന് ഒരു എമർജൻസി വന്നതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അധിക നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതാട്ടോ ഗൈസ് കൊക്കോവില്ല, അത്യാവശ്യം അടിപൊളിയാണ്. പൂള് മാത്രം കണ്ട് ഞങ്ങൾ റിവ്യൂ പറഞ്ഞ മോശമായി പോയി തോന്നി. കാരണം റൂമൊക്കെ നല്ല അടിപൊളിയാണ്. പൂളും അത്യാവശ്യം നല്ല ആഴുണ്ട് കേട്ടോ. ഞങ്ങളുടെ മണ്ടത്തരാണ് ഒന്നും നോക്കാണ്ട് പറഞ്ഞത് ഗൈസ്. എല്ലാവരും എന്തായാലും വരാട്ടോ, അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.